നിങ്ങളുടെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് തിളക്കമേകാൻ ആമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആമി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. വെറും 19 മാസത്തെ തവണ വ്യവസ്ഥയിലൂടെ ഇനി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ആമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അമരമ്പലം സർവീസ് സഹകരണ ബാങ്കിന് സമീപം, കൂറ്റമ്പാറ. വനംവകുപ്പ് മന്ത്രിക്ക് മുൻപിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കരുളായി നെടുങ്കെ ട്രൈബൽ വില്ലേജിലെ ആദിവാസികൾ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ട്രൈബൽ വില്ലേജിലെ കാട്ടാന ശല്യം ചെറുക്കാൻ ഇവിടുത്തെ പ്ലാവിലെ ചക്കകൾ അടുത്ത വർഷം മുതൽ ഇടിച്ചക്കയാക്കുന്ന സമയത്ത് വനംവകുപ്പ് ശേഖരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആദിവാസികൾക്കുള്ള ചികിത്സാ സൗകര്യം കുറവാണെന്നും ഇത് പരിഹരിക്കുന്നതിനായി നിലമ്പൂരിൽ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങണമെന്നും നെടുങ്കയം ട്രൈബൽ വില്ലേജിലെ NK സുനിൽകുമാർ വനമന്ത്രി ഷിബു ബേബി ജോണിന് മുൻപിൽ നിർദ്ദേശം വെച്ചു. സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഊരുണർവിന്റെ ഭാഗമായി നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ മന്ത്രിയും വില്ലേജ് നിവാസികളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സുനിൽ ഈ അഭിപ്രായം ഉന്നയിച്ചത്. വില്ലേജിൽ ആവശ്യത്തിന് വാഹനം ലഭിക്കാത്തതിനാൽ വീട്ടിൽ പ്രസവങ്ങൾ നടന്ന സംഭവമുണ്ടായിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വില്ലേജിൽ ജീവിതശൈലി രോഗങ്ങൾ ഏറിവരികയാണെന്നും ഇവിടെ ഒരു ഓപ്പൺ ജിം വേണമെന്നും വില്ലേജിലേക്കുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും റോഡരികിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സ്പെഷ്യാലിറ്റി ആശുപത്രി ഒഴികെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. വില്ലേജിലെ ആനശല്യത്തിന് പരിഹാരം കാണാൻ ഇവിടുത്തെ പ്ലാവിലെ ചക്കകൾ അടുത്ത വർഷം മുതൽ ഇടിച്ചക്കയാകുന്ന സമയത്ത് വനംവകുപ്പ് ശേഖരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശോചനീയാവസ്ഥയിലായ മുണ്ടക്കടവ് അങ്കണവാടിക്ക് കെട്ടിടം പണിയാൻ സ്ഥലം അനുവദിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. കെട്ടിടം പണിയാൻ പണം നൽകാമെന്ന് ആര്യൻ ഷൌക്കത്ത് MLA പറഞ്ഞു. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീജ, വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ, അഡീഷണൽ പ്രിൻസിപ്പൽ CCF ഡോക്ടർ പ്രമോദ് G കൃഷ്ണൻ, CCFമാരായ K വിജയാനന്ദ്, K കാർത്തികേയൻ, ജില്ലാ കളക്ടർ വിനയ് ഗോയൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ, നോർത്ത് DFO P ധനേഷ് കുമാർ, ITDP ജില്ലാ പ്രൊജക്ട് ഓഫീസർ ബിപിൻ ദാസ്, വിവിധ വകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി.